Hi viewers, welcome back to our channel Sonia's Kitchen. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാമോ? മസാല ദോശയാണ്. മസാല ദോശ നമ്മൾ എല്ലാവരും ഒരുപാട് കഴിച്ചിട്ടുള്ള ഒന്നാണ്. എങ്കിൽ പോലും ഇന്ത്യൻ കോഫി ഹൗസിന്റെ മസാല ദോശ കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം അതിലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അതിൽ ആ ബീട്രൂട്ടിന്റെയും ക്യാരറ്റിന്റെയും ഒക്കെ കൂടി ചേർന്ന് ആ ഒരു ഫ്ലേവർ ഒക്കെ കൂടി വരുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അത് കഴിക്കാൻ. ഞങ്ങൾ ഓരോ വെക്കേഷൻ വരുമ്പോഴും കഴിക്കാറുള്ള ഒന്നാണത്. നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാമെങ്കിൽ പോലും നമുക്ക് അതിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ കടകളിൽ പോയിട്ട് വീണ്ടും കഴിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിന്റെ മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് വേണ്ടത് പച്ചരിയാണ്. 2 കപ്പ് പച്ചരി ഞാനിപ്പോ ഇവിടെ എടുക്കുന്നുണ്ട്. ഈ കപ്പില് 2 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇനി 1 കപ്പ് പച്ചരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്നെന്നുള്ള അളവിൽ 1/2 ഗ്ലാസ് ഉഴുന്നൂടി ചേർത്ത് കൊടുക്കാം. 2 കപ്പിന് 1/2 കപ്പ് ഉഴുന്ന്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാനും കാണാനും സാധിക്കത്തുള്ളൂ. ഇനി ഈ ദോശയ്ക്കായിട്ട് വേണ്ടത് 1 സ്പൂൺ അളവിൽ ഉലുവയാണ്. ഉലുവ ചേർക്കുമ്പോഴത്തേക്കും ആ ദോശയ്ക്ക് നല്ലൊരു മയവും നല്ല ക്രിസ്പിനെസ്സും വേണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് മസാല ദോശയ്ക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. ഈ സ്പൂണിന് 2 സ്പൂൺ അളവിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. കാരണം ഇതെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നമുക്ക് അരയ്ക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ ഇടാത്തത്. ഇനി ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ നേരം കുതിരാനായിട്ട് വെക്കാം. അപ്പം 4 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ അരിയൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്നാണ്. അരിയും ഉഴുന്നും ഉലുവയും പൊട്ടുകടല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 സ്പൂൺ അളവിൽ ചോറാണ്. ഈ ചോറും കൂടി ചേർത്താലേ ക്രിസ്പിനെസിന്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും കൂടെ കിട്ടണമെങ്കിൽ ഒരല്പം ചോറ് കൂടി ചേർക്കണം. ചോറ് അതുപോലെ തന്നെ ചേർക്കുമ്പം ഒരുപാട് കൂടുതലായി പോവരുത്. ചോറ് കൂടി പോയാൽ ദോശയ്ക്ക് ഭയങ്കര ഒട്ടലായിരിക്കും. അപ്പം അതുകൊണ്ട് കുറച്ച് ചോറേ ചേർക്കാവുള്ളൂ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉഴുന്നും കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ നെകക്കെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. അരി മുഴുവൻ അരച്ചതാണിത്. ഇപ്പം ബാറ്റർ ദോശയ്ക്കാകുമ്പോഴത്തേക്കും നമ്മൾ ഇഡ്ഡലി മാവിനെ കഴിഞ്ഞും കുറച്ചുകൂടെ നീട്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാറ്. ഈ ഒരു പാകത്തിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. 8-10 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് മുറുക്കമായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കലക്കി മാറ്റി വെക്കാം. അപ്പം 1/4 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബാറ്റർ തയ്യാറായി കഴിഞ്ഞു. ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ദോശ ചുടാനായിട്ട് തുടങ്ങാം. അപ്പം എല്ലായിടത്തും 8 മണിക്കൂർ തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് കാലാവസ്ഥയ്ക്കും വ്യത്യാസത്തിൽ ചിലപ്പോൾ 10 മണിക്കൂർ 14 മണിക്കൂർ വരെയൊക്കെ എടുക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദോശയ്ക്കകത്ത് ദോശയുടെ ബാറ്റർ അല്ലെങ്കിൽ മസാല ദോശയുടെയൊക്കെ ബാറ്റർ തയ്യാറാക്കുമ്പം അതിലേക്ക് ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലവരൊക്കെ അതൊക്കെ ചേർത്താണ് മാവ് പൊളിക്കാനായിട്ട് വെക്കാറ്. നമ്മൾ ഈ ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് 8 അല്ലെങ്കിൽ 10 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തി വരും. ഇപ്പോൾ 10 മണിക്കൂർ ആയിട്ടുണ്ട് ദോശ ബാറ്റർ അരച്ചു വെച്ചിട്ട്. ഇപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് ബാറ്ററൊക്കെ നല്ല പൊന്തി മുകളിൽ വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ്ങിനായിട്ടുള്ള മസാല ദോശയുടെ ഫില്ലിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ദോശ ചുട്ടെടുക്കാനായിട്ട്. ഞാനിതിലേക്ക് ചേർത്തിരുന്ന ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാല ദോശയുടെ ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ബീട്രൂട്ടും 1 ക്യാരറ്റ് 2 പൊട്ടറ്റോ ആണ്. ഇതെല്ലാം കൂടി ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കി എടുത്തുകൊണ്ട് വരാം. കട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസാക്കി വേണം എടുക്കാനായിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഞാൻ ഇതുപോലെ വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം ഇത് കുറച്ച് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. പൊട്ടറ്റോ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. പൊട്ടറ്റോയ്ക്ക് നമുക്കറിയാം അധികം വേവില്ല. ഒരു വിസിൽ അല്ലെങ്കിൽ അടുപ്പിൽ തന്നെ വെച്ചാണേലും നമുക്ക് വേവിച്ചെടുക്കാം. ഈ ബീട്രൂട്ട് വെന്ത് കിട്ടാനായിട്ട് കുറച്ചധികം ടൈം വേണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിലേക്ക് വെക്കുകയാണ്.
ആ വെക്കുന്ന കൂട്ടത്തിൽ ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 3 വിസിലെങ്കിലും വേണ്ടി വരും വേവാനായിട്ട്. ചിലപ്പോൾ പലരുടെയും പ്രഷർ കുക്കറിൽ പല ഇതിലായിരിക്കും. എൻ്റെ ഇതിലൊരു 3 എണ്ണമെങ്കിലും അടിച്ചെങ്കിലേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം ഇതിനെ അടുപ്പിലേക്ക് വെക്കാം. വേറൊരു പാത്രത്തിൽ ഞാൻ പൊട്ടറ്റോയും വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൽ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും വെന്തോ ഇല്ലയോ എന്നുള്ളത്. മാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ദോശയിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ മാറ്റി വെക്കാം. പൊട്ടറ്റോ ആണെങ്കിൽ വെന്ത് വരുന്നേ ഉള്ളൂ. കാരണം ഞാൻ പൊട്ടറ്റോ പ്രഷർ കുക്കറിലല്ല വെച്ചത്. കാരണം പൊട്ടറ്റോ അങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബീട്രൂട്ടൊക്കെ 2 വിസിൽ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് വീണ്ടും പൊട്ടറ്റോ ചേർത്തിട്ട് ഒന്നുകൂടെ വിസിലടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും അത് ഒന്നിച്ച് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചരിഞ്ഞാണ്. ഒരു പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതാണ് നല്ലത്. കാരണം മസാല ദോശ നമുക്കറിയാം അതിന് ഒരുപാട് എരിവൊന്നും കാണത്തില്ല. കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ അത് ഏത് മസാല ദോശ ആണെങ്കിൽ പോലും, സാധാരണ പൊട്ടറ്റോ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ആ ദോശയ്ക്ക് അധികം എരിവ് കാണാറില്ല. അപ്പം അന്ന് ഒരുപാട് മുളക് പൊടി ഒന്നും ചേർക്കണ്ട. അപ്പോൾ അല്ലാതെ തന്നെ ഈ പച്ചമുളകിൻ്റെയും ഈ വറ്റൽമുളകിൻ്റെയും ഒക്കെ കൂടി എരിവുണ്ട്. അപ്പം മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 സ്പൂൺ കടുക്, ഒരു വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിന് ചേർക്കാനുള്ള ഉപ്പ്, ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനുള്ള ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ നമുക്ക് ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി വേണം മസാല ദോശയിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതൊക്കെ വഴറ്റിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഉഴുന്ന് പരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ചേർക്കാം. ഇഞ്ചി ഒന്നും കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇഞ്ചി ഒരുപാട് കൂടിപ്പോയാലും വെജിറ്റബിളിലേക്ക് ഒരുപാട് ഇഞ്ചി കൂടുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റ് ആയി പോകും. അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഒരു ചെറിയൊരു പീസ് ചേർത്താൽ മതി. ഇനി സവാളയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും ബ്രൗൺ കളറായി വരാൻ വെയിറ്റ് ചെയ്യണ്ട. ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോൾ, ചെറിയ ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പം കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഇനി ബാക്കിയുള്ള പൊട്ടറ്റോയും എല്ലാം കൂടി ഇട്ടുമ്പോഴത്തേക്കും ഉപ്പ് കറക്റ്റായി കിട്ടണം. ഈ സവാളയുടെ ഒക്കെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചേർക്കേണ്ട ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു, കറിവേപ്പില. എനിക്കിപ്പോൾ ഇവിടെ കറിവേപ്പില കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില കൂടി ചേർക്കണം. എങ്കിലേ ആ വെജിറ്റബിൾസിനൊക്കെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം കർഫ്യൂം ലോക്ക്ഡൗണും ഒക്കെ കൊണ്ട് ഒന്നും കിട്ടാനില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടാകും. അപ്പം നിങ്ങളതുണ്ടാക്കുമ്പം അതുകൂടി ചേർത്ത് തന്നെ വേണം ഉണ്ടാക്കാനായിട്ട്. കറിവേപ്പില കൂടി ഇട്ട് വേണം ഇതൊക്കെ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ആ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാഷ് ചെയ്തെടുത്ത പൊട്ടറ്റോയും ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ അല്പം വെള്ളമൊന്നും കൂടി ഉണ്ട്. ഞാൻ ആ വേവിച്ചെടുത്ത വെള്ളമാണിത്. അപ്പോൾ മാഷ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് മാഷ് ചെയ്തെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരല്പം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്ന രീതിക്ക് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ആ മസാലകളൊക്കെ ഇതിലേക്ക് പിടിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ഡ്രൈ ആയി പോവരുത്. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് വേണം അങ്ങനെ ഇളക്കാനായിട്ട്. കാരണം ആ മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. ഇതുപോലെ ആയിരിക്കണം അതിരിക്കുന്നത്. ഒരുപാട് ഡ്രൈ ആവാതെ ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ദോശക്കൽ അടുപ്പിലേക്ക് വെക്കാം.
ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ആദ്യം അല്പം വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 തവി ബാറ്റർ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നെയ് റോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കണം. ഒത്തിരി കനം കുറച്ചാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ മസാല ദോശയ്ക്ക് ആകുമ്പോഴത്തേക്കും അത് അത്രയും തന്നെ കനം കുറയണ്ട. ഈ ഒരു വലിപ്പത്തിൽ പരത്തിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ വരുമ്പോഴേക്കും ഇതിലേക്ക് നെയ്യ് തൂത്ത് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞൊരു ബ്രൗൺ കളറായി വരണം. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ നമുക്ക് ബീട്രൂട്ടും ഇതെല്ലാം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് 2 സ്പൂൺ അളവിൽ വെച്ച് കൊടുത്താൽ മതിയാകും. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് മടക്കിയെടുക്കാം. 2 സൈഡിൽ നിന്ന് നമുക്ക് മടക്കി കൊടുക്കാം. ഭയങ്കര ക്രിസ്പിയാണിത്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്രിസ്പിയായ ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈലിലുള്ള മസാല ദോശ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമുക്ക് ചട്നിയും സാമ്പാറും ഒക്കെ കൂടി ചേർത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.